ഹലോ ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കുത്തിവെക്കാൻ പോവുകയാണ് കേട്ടോ. മോൾക്ക് 5ാം വയസ്സിൽ കുത്തിവെപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്ത് സെൻറ്ററിലേക്ക് പോവുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റുള്ളൂ കേട്ടോ ഹെൽത്ത് സെൻറ്ററിലേക്ക്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ആരും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സിസ്റ്റർമാരും ഡോക്ടർമാരൊന്നും ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളായിരുന്നു ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. ടോക്കൺ നമ്പർ ഞങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അമ്മ പിന്നെ അമ്പലത്തേക്കൊക്കെ പോയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് അങ്ങനെ വന്നിട്ട് ഇറങ്ങിയിരുന്നു കേട്ടോ. ബസ്സൊക്കെ ഇറങ്ങിയിരുന്നു. എനിക്ക് അമ്മ ഉണ്ടാകും കൊണ്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇഞ്ചക്ഷൻ വെക്കുന്ന കാര്യത്തിൽ അമ്മ പിന്നെ നോക്കിക്കോളുമല്ലോ. അല്ലാതെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. എനിക്ക് തന്നെ ഇഞ്ചക്ഷൻ വെക്കാൻ ഭയങ്കര പേടിയാണ്. പിന്നെ മോൾക്ക് അവൾ കരയൊന്നുമില്ല, എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ. അത് കാണുമ്പോൾ തന്നെ ഒരു നെഞ്ചിരിപ്പും ഭയങ്കര ഇടങ്ങാറാണ്. അതുകൊണ്ട് അമ്മേൻ്റെ മടിയിലാകുകൊണ്ട് എനിക്ക് അത്ര വലിയ ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് അവളെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവൾ ഭയങ്കര ഡാൻസ് കുത്തിവെക്കുന്നതിൻ്റെ മുന്നേ കേട്ടോ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. അവളെ വിചാരം ഞങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ചേച്ചിക്കും അമ്മയ്ക്കാണ്, എനിക്കെന്നല്ല സൂചി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഓളാണിച്ച് ഭയങ്കര ഡാൻസിലാണ് കേട്ടോ. ഏതൊക്കെ സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട്. കുട്ടിക്കറിയില്ലല്ലോ ഇത് കുറച്ച് കഴിഞ്ഞ് കരയലാണെന്ന്. ഞങ്ങൾ പിന്നെ വിചാരിച്ച പോലെ നേരുന്നില്ല കേട്ടോ കാര്യങ്ങളൊന്നും നടന്നത്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരൊക്കെ വരൽ തുടങ്ങി, സിസ്റ്റർമാരൊക്കെ വരൽ തുടങ്ങി. ഡോക്ടറും വന്ന് സിസ്റ്ററൊക്കെ വന്ന് 2, 3, 5 സിസ്റ്റർമാരും ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആവാറായി. അങ്ങനെ എല്ലാവരും കൂടി വന്നിട്ട് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒന്നും കൂടി ഉണ്ട് കേട്ടോ, നോക്കുന്നുണ്ട് സിസ്റ്റർ. പിന്നെ ഒന്നും കൂടി നോക്കുന്നുണ്ട് നേരെ അല്ലേന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നുകൂടി നേരെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിലേക്ക് പിന്നെ അത് ആഡ് ചെയ്ത് കൊടുക്കണം, എന്നാലൊക്കെ തന്നെയുള്ളൂ നമ്മളെ ഇത് ഇഞ്ചക്ഷനും കൊടുത്തണം എന്നുള്ള ഇതിനാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ അമ്മ അങ്ങനെ മടിയിലൊക്കെ വെച്ച് ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവൾക്കൊന്നും അറിയുന്നില്ല. അമ്മ വേദന എടുക്കുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേദന ഒന്നും എടുക്കില്ല, ചെറിയൊരു വേദന ഉണ്ടാവുള്ളൂ. സിസ്റ്റർമാരും പിന്നെ ചെറിയ വേദന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനപ്പെടുത്തണമൊക്കെ ഉണ്ട് കേട്ടോ. കയ്യും കാലൊക്കെ പിടിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവൾക്ക് പിന്നെ ഞാൻ ഇഞ്ചക്ഷൻ വെക്കുമ്പോഴൊന്നും വലിയ ടെൻഷനൊന്നും അടിക്കേണ്ടി വന്നിട്ടില്ല. അവൾ തന്നെ സ്വന്തമായിട്ട് പോയി ഇരുന്നിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സിസ്റ്റർമാർക്കായിട്ടോ ടെൻഷൻ, കുട്ടികൾ കൈയിളക്കോ കാലിളക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമൊക്കെ കാലുമേയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കയ്യുമ്മയാണ് വെക്കൽ തുടങ്ങി. അവളുടെ കയ്യുമ്മയും കൊണ്ട് അത്ര വലിയ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പിന്നെ കുറേ വൈകുന്നേരം ആയപ്പോഴേക്ക് ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗുളികയൊക്കെ ഉണ്ടായിരുന്നു. പാരസെറ്റമോളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു 500 mg അത് പകുതി വെച്ചിട്ട് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളോട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളങ്ങനെ വണ്ടിക്ക് പോരാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറി പോരുകയാണ് കേട്ടോ. അപ്പോഴൊന്നും യാതൊരു കുഴപ്പമില്ല. കുട്ടിക്ക് ഇഞ്ചക്ഷൻ വെച്ചണം എന്നുള്ളത് തന്നെ ഒരു ഇതില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വണ്ടിയിലൊക്കെ കയറിയിട്ട് അങ്ങനെ പോരുമായിരുന്നു കേട്ടോ. അപ്പോഴും അവൾക്ക് യാതൊരു കുലുക്കവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചിരിക്കാൻ പറഞ്ഞപ്പോൾ കരയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നിട്ടിരിക്കുന്നു. വീട്ടിലെത്തിയപ്പോഴൊക്കെയാണ് പിന്നെ സ്വഭാവം മാറി തുടങ്ങിയിട്ട്. കുറേ കഴിഞ്ഞപ്പോൾ ഒന്ന് ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ വരൽ തുടങ്ങി. മുഖത്തിൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി. എന്നാലും ചിരിക്കും കളിക്കലൊക്കെ ഉണ്ട്. രാത്രിയായപ്പോഴേക്ക് പിന്നെ നല്ലവണ്ണം മാറി തുടങ്ങി. നല്ല വേദനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടോ. പിന്നെ വേദനക്ക് കൈയൊക്കെ ഇളക്കാൻ പറഞ്ഞ് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.